വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇസ്രായേൽ സൈന്യം വടക്കൻ ഗസയിലെ ഖമൽ അദ്വാൻ ഹോസ്പിറ്റലിന് നേരെ മിസൈൽ ആക്രമണം നടത്തി. മധ്യ ഗസയിൽ ഒരു ഗർഭിണി ഉൾപ്പെടെ 10 പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നുസ്രത്തിലാണ് ഈ ആക്രമണം സംഭവിച്ചത്. മരണപ്പെട്ടവരുടെ ശരീരങ്ങൾ ദർ അൽ ബലയിലെ അൽ അക്സ ആശുപത്രിയിലേക്ക് മാറ്റി. വടക്കൻ ഗസയിലെ ഹോസ്പിറ്റലിൽ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ വീണ്ടും ശ്രമം തുടങ്ങി. നോർത്തൻ ഗസയിലെ അൽ അൻസാർ ആശുപത്രിയിൽ 200ഓളം ഫലസ്തീനികളും രോഗികളും അവരുടെ ബന്ധുക്കളും ആശുപത്രി ജീവനക്കാരുമാണ് ഇസ്രായേലിന്റെ യുദ്ധത്തിനിടയിൽ കുടുങ്ങിക്കിടന്നിരുന്നത്. ഇസ്രായേൽ സ്നൈപ്പറുകൾ ബിൽഡിംഗിന് ലക്ഷ്യമാക്കി നിറയൊഴിക്കുകയും 5ാം നിലയിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുകയും ചെയ്തത്. ഫലസ്തീനികളും ആശുപത്രി ജീവനക്കാരും ആശുപത്രി വിട്ട് പുറത്തേക്കോടാൻ ഇത് കാരണമാക്കി. അരാജകത്വവും ഭയവും മൂലം സുരക്ഷിതത്വം നഷ്ടപ്പെട്ട ഫലസ്തീനികൾ ഇടതടവില്ലാത്ത ബോംബാക്രമണത്തിൽ നിന്നും അഭയം തേടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. ഇസ്രായേൽ സേന നടത്തിയ വെടിവയ്പ് ഭയന്ന് ഖമൽ അദ്വാൻ ഹോസ്പിറ്റലിൽ നിന്നും രോഗികളും സ്റ്റാഫുകളും പുറത്തേക്ക് ഓടി. ഇതിൽ പ്രായം തികയാതെ പ്രസവിച്ച ഒരു കുഞ്ഞുണ്ടായിരുന്നു. സാധാരണ രോഗികൾക്ക് പുറമെ നിത്യരോഗികളായി ദുരിതം അനുഭവിക്കുന്ന ആളുകളും ഇക്കൂട്ടത്തിലുണ്ട്. ആശുപത്രി സംവിധാനങ്ങൾക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങൾക്ക് ഒരു വിശദീകരണവും ന്യായീകരണവും ഇത് അപരിഷ്കൃതവും കാടത്തവുമാണ്. ഇസ്രായേലികൾ അവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്നു. അവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഈ പേഷ്യന്റിനെ തന്നെ നോക്കൂ. ഊരക്ക് കേടുപറ്റിയ ഒരു രോഗിയാണ്. എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ഖമൽ അദ്വാൻ ഹോസ്പിറ്റലിന് നേരെ ഞായറാഴ്ചയാണ് ആക്രമണം ഉണ്ടായത്. ആശുപത്രികളെയും അതിലെ ജീവനക്കാരെയും ലക്ഷ്യം വെക്കരുതെന്ന അന്താരാഷ്ട്ര നിയമം കാറ്റിൽ പറത്തിയാണ് ഈ ആക്രമണം നടക്കുന്നത്. ആശുപത്രികളെ നശിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ തന്നെയാണ് ഇസ്രായേൽ സേന ആശുപത്രികളെ നേരെ ആക്രമണം നടത്തുന്നത്. ഈ ഹോസ്പിറ്റൽ ഗസ മുനമ്പിലെ അവസാന ആശ്രയമാണ്. റിസപ്ഷനിലും എമർജൻസിയിലും ഡ്യൂട്ടിയിലുള്ള ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്ന ഈ നടപടി അത്യധികം അപരിഷ്കൃതമാണ്. ഇസ്രായേലിന്റെ കടുത്ത അധിനിവേശത്തിന്റെ മറ്റൊരു തെളിവാണ്. ആക്രമണം ഗസ മുനമ്പിൽ കുതിച്ചു കയറുകയാണ്. യപ്പന റെഫ്യൂജി ക്യാമ്പിലുണ്ടായ ഒരു ഡ്രോൺ ആക്രമണത്തിൽ ഭക്ഷണം തേടി പുറത്തേക്കിറങ്ങിയ ഒരു ഫലസ്തീൻ യുവാവ് ദാരുണമായി കൊലപ്പെടുകയുണ്ടായി. രക്ഷപ്പെട്ടവരെ റഫയിലെ കുവൈറ്റ് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചു. 7 മാസത്തെ ഇസ്രായേലി ആക്രമണം ഗസയുടെ നല്ലൊരു ഭാഗവും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആക്രമണം കടുത്ത മാനസിക പ്രതിസന്ധിക്കും കാരണമാകുന്നു. ഉപരോധം അങ്ങേയറ്റത്തെ ഭക്ഷണ സാധനങ്ങളുടെ ദൗർലഭ്യത്തിന് കാരണമാകുകയും അത് ഫലസ്തീനികളെ മുഴുത്ത പട്ടിണിയിലേക്ക് തള്ളിയിടുകയും ചെയ്തു. ഹമാസിന്റെ സായുധ വിഭാഗവും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള കടുത്ത ഏറ്റുമുട്ടലുകൾ കാരണം ഗസയുടെ വടക്കൻ നഗരമായ റഫയിലേക്കുള്ള ഭക്ഷണ വിതരണം ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് വേണ്ടിയുള്ള UN ഏജൻസികൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം പ്രദേശം വിട്ടുപോകാൻ ഉത്തരവിട്ടതിനാലും ഗസയിലേക്കുള്ള റോഡുകൾ അടച്ചതിനാലും ഭക്ഷണ വിതരണം മോശം അവസ്ഥയിലാണ്. ഗസയിലെ ആളുകൾ തേടി നടക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഇന്ന് വെള്ളമാണ്, ശുദ്ധജലമാണ്. ശുദ്ധജലം തേടിക്കൊണ്ടുവരിക എന്നത് കുട്ടികളുടെ നട്ടിലൊടിക്കുന്ന ജോലിയായി മാറിയിരിക്കുകയാണ്. വെള്ളം ലഭ്യമായ ഏത് മാർഗങ്ങളിലൂടെയും ജനങ്ങൾ കൊണ്ടുവരികയാണ്. കുടിക്കാനും അടിസ്ഥാന ശുചിത്വത്തിനും വെള്ളം നിർബന്ധമാണ്. നിങ്ങൾക്ക് കാണാനാകും, ഞങ്ങളുടെ പാത്രങ്ങൾ കഴുകാൻ പോലും ഞങ്ങൾക്ക് വെള്ളമില്ല. ആളുകൾക്ക് കുടിക്കാൻ പോലും തികയാത്ത വെള്ളം ശുചിത്വത്തിനും ഉപയോഗിക്കുകയാണ്. മണൽ ഉപയോഗിച്ച് പാത്രം ശുചിയാക്കുമ്പോൾ പാത്രങ്ങളിൽ മണൽ അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നതിന് പ്രയാസപ്പെടുത്തുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഒരു ശരാശരി ഫലസ്തീൻ അല്ലെങ്കിൽ ഗസക്കാർ അവരുടെ ദൈനംദിന ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് വെറും 3 ലിറ്റർ വെള്ളം മാത്രമാണ്. ഇത് എമർജൻസി സ്റ്റാൻഡേർഡ് വാല്യൂവായ 15 ലിറ്റർ എന്ന അളവിനേക്കാൾ എത്രയോ താഴെയാണ്. 70% ആളുകൾ ഉപയോഗിക്കുന്നത് മലിനമായ കിണറുകളിലെ ഉപ്പ് കലർന്ന മലിനജലമാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അറസ്റ്റ് വാറന്റ് ആവശ്യപ്പെട്ടതിനെ ബോണിസ് സാൻഡേഴ്സ് പിന്തുണച്ചു. താഴെ പറയുന്ന കാരണങ്ങളാൽ ഇസ്രായേൽ യുദ്ധക്കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. വലതുപക്ഷ പിന്തുണയുള്ള ഇസ്രായേലിലെ നെതന്യാഹു ഗവൺമെന്റ് പട്ടിണി ഒരു ആയുധമായി ഉപയോഗിച്ചു. ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ ഇസ്രായേലിന് അവകാശമുണ്ട്. എന്നാൽ ഇസ്രായേലിന് മുഴുവൻ പലസ്തീനികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ അവകാശമില്ല.
അവർ യുദ്ധം ചെയ്തത് കുട്ടികൾക്കും സ്ത്രീകൾക്കും നിരപരാധികളായ പലസ്തീനുകൾക്കുമെതിരെയാണ്. അതിന്റെ അനന്തര ഫലം അവർ അനുഭവിച്ചേ മതിയാകും.